Hi friends, welcome to our channel. +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നേവിയിൽ ഒരു ഓഫീസറായി ബിടെക് പഠിച്ച് സ്ഥിരം കമ്മീഷൻ നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. 2026 ജനുവരിയിൽ ആരംഭിക്കുന്ന +2 ബിടെക് കേഡറ്റ് എൻട്രി സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. അൺമാരീഡ് മെൻ ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിന് ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസർമാരാകാൻ ഈ സ്കീം അവസരം നൽകുന്നു. ഏഴിമലയിലെ പ്രശസ്തമായ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ 4 വർഷത്തെ ബിടെക് കോഴ്സാണ് ഇതിന്റെ ഭാഗമായി നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇനി എത്ര ഒഴിവുണ്ടെന്നും പ്രായപരിധി എന്താണെന്നും നോക്കാം. ആകെ 44 ഒഴിവുകളാണുള്ളത്. ഇതിൽ 6 ഒഴിവുകൾ സ്ത്രീകൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അവസരമുണ്ട്. നിങ്ങളുടെ ജനനത്തീയതി 2006 ജൂലൈ 2-നും 2009 ജനുവരി 1-നും ഇടയിലായിരിക്കണം. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് നിങ്ങൾ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ അംഗീകൃത ബോർഡിൽ നിന്നും പാസ്സാകണം. രണ്ടാമതായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയിൽ മൊത്തം കുറഞ്ഞത് 70% മാർക്ക് നിർബന്ധമാണ്. ലാസ്റ്റ് ഇംഗ്ലീഷിൽ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ കുറഞ്ഞത് 50% മാർക്ക് വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JEE മെയിൻ 2025 പരീക്ഷ BE ബിടെക് എഴുതിയവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. നിങ്ങളുടെ JEE മെയിൻ ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റ് 2025 അനുസരിച്ചായിരിക്കും SSB ഇന്റർവ്യൂവിനുള്ള ഷോർട്ട് ലിസ്റ്റ് നടക്കുക. ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ JEE മെയിൻ കോമൺ റാങ്ക് ലിസ്റ്റ് 2025 അടിസ്ഥാനമാക്കി നേവി കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ സെപ്റ്റംബർ 2025 മുതൽ ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, വിശാഖപട്ടണം എന്നിവിടങ്ങളിലുള്ള SSB സെന്ററുകളിൽ ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കും. നിങ്ങൾക്ക് ഇമെയിൽ വഴിയും SMS വഴിയും അറിയിപ്പ് ലഭിക്കും. അതുകൊണ്ട് അപേക്ഷയിൽ ശരിയായ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. SSB ഇന്റർവ്യൂ പാസ്സാകുന്നവർക്ക് മെഡിക്കൽ പരിശോധന ഉണ്ടാകും. ഇതിലെല്ലാം യോഗ്യരാകുന്നവർക്കാണ് ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആകാനുള്ള അവസരം ലഭിക്കുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ യാതൊരു ഇളവുകളും ലഭ്യമല്ല എന്നതും ശ്രദ്ധിക്കുക. ഇനി ട്രെയിനിങ്ങും ആനുകൂല്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 4 വർഷത്തെ ബിടെക് കോഴ്സ് ഇന്ത്യൻ നേവിയിൽ ചേർന്ന ശേഷം പഠിക്കാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബിടെക് ബിരുദം നൽകും. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിശീലനത്തിന്റെ മുഴുവൻ ചെലവും പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ നേവി വഹിക്കും. അതേപോലെ ശമ്പളം, അലവൻസുകൾ, ഇൻഷുറൻസ്, അവധികൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ തീയതികൾ ശ്രദ്ധിക്കുക. ജൂൺ 30, 2025 മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. അവസാന തീയതി ജൂലൈ 14, 2025 ആണ്. ഓൺലൈൻ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ്, അതേപോലെ JEE മെയിൻ 2025 സ്കോർ കാർഡ്, അതേപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സ്കാൻ ചെയ്യുക. അപേക്ഷ ശേഷം ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. SSB ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഈ പ്രിന്റ് ഔട്ടും കയ്യിൽ കരുതണം. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒരു കാൻഡിഡേറ്റ് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാവൂ. അതേപോലെ അൺമാരീഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ പരിശീലനത്തിന് അർഹതയുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡ്രഗ്സ് ഉപയോഗം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. പരിശോധനയിൽ കണ്ടെത്തിയാൽ അയോഗ്യനാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിലെ നിർദ്ദേശങ്ങൾ വിശദമായിട്ട് വായിക്കുക. അപ്പോൾ +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കരിയർ നേടാനുള്ള ഒരു മികച്ച അവസരമാണിത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.joinindiannavy.gov.in സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.